അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, WLLN എന്ന് പറയുന്നു. അതെന്താണെന്ന് നോക്കാം. പറയുന്നത് ലെറ്റ് x1 x2 എക്സെട്ര xn എക്സെട്ര ബി എ സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ്. ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണെന്നുള്ള കാര്യം ഒന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ കുറേ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട് with expectation of xi is equal to mu and variance of xi is equal to sigma square, I is equal to 1, 2, 3 etc. അതായത് എല്ലാ റാൻഡം വേരിയബിൾസും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ എല്ലാവരുടെയും മീന് സെയിം ആണ്, മ്യൂ തന്നെയാണ്, ആൻഡ് വേരിയൻസും സെയിം തന്നെയാണ്, സിഗ്മ സ്ക്വയർ. അപ്പോൾ അത് തന്നിട്ടുണ്ട്. നൗ ഡിഫൈൻ എക്സ് എൻ ബാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ n റാൻഡം വേരിയബിൾസിൻ്റെ ആവറേജ് അവരെല്ലാവരും ആഡ് ചെയ്യുന്നു, ഡിവൈഡ് ബൈ n ചെയ്യുന്നു. വട്ട് ഈസ് എക്സ് എൻ ബാർ? ദറ്റ് ഈസ് 1 by n സമ്മേഷൻ xi. ഫസ്റ്റ് n റാൻഡം വേരിയബിൾസിൻ്റെ മീനാണ് എക്സ് എൻ ബാർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. ദെൻ ഫോർ എനി ആപ്സലോൺ ഗ്രേറ്റർ ദാൻ 0 ഹവർ സ്മോൾ, അതായത് നമ്മൾ പറഞ്ഞ ചെറിയൊരു ആപ്സലോൺ, പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ആപ്സലോൺ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ആ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞു. അതായത് എക്സ് എൻ ബാർ എന്ന് പറഞ്ഞാൽ ഈ റാൻഡം വേരിയബിൾസിൻ്റെ n റാൻഡം വേരിയബിൾസിൻ്റെ മീൻ മൈനസ് മ്യൂ. അപ്പം എക്സ് എൻ ബാർ എവിടേക്ക് പോവുകയാണ്? എക്സ് എൻ ബാർ മ്യൂവിലേക്ക് കൺവേർജ് ചെയ്യണം. എക്സ് എൻ ബാറും മ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ഇതാ. അതിന് നമ്മൾ മോഡുലസ് ഓഫ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഗ്രേറ്റർ ദാൻ ആപ്സലോൺ, അതായത് ഒരു ചെറിയ നമ്പറിനെക്കാട്ടും കൂടുതലാവാൻ സാധ്യത വളരെ കുറവാണ്. അതിനെയാണ് നമ്മളിങ്ങനെ എഴുതിയത്. ദറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? എക്സ് എൻ ബാർ വിൽ കൺവേർജ് ടു മ്യൂ ഇൻ പ്രോബബിലിറ്റി. അതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഇതാണ് പറയുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം പഠിച്ച ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ്. അതായത് എക്സ് എൻ ബാർ എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിന് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്? ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മളതിൻ്റെ പ്രൂഫാണ് പറയുന്നത്. പ്രൂഫ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിനി ശ്രദ്ധിക്കാൻ പോകുന്നത് എക്സ് എൻ ബാർ എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളാണ്. ഈ റാൻഡം വേരിയബിളിനാണ് ഞാൻ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു റാൻഡം വേരിയബിളിന് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ അയാളുടെ മീൻ എന്താണെന്ന് അറിയണം, ആൻഡ് അയാളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് എന്താണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത് എക്സ് എൻ ബാറിൻ്റെ മീൻ എന്താണ്, എക്സ് എൻ ബാറിൻ്റെ വേരിയൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ് എൻ ബാറിനെ കുറിച്ചിട്ടുള്ള ഒന്നും പറയില്ല, നമുക്കറിയില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ, ഓരോ എക്സ് ഐകളുടെയും മീൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? മ്യൂ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേരിയൻസ് ഓഫ് എക്സ് ഐ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? സിഗ്മ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ എവ്രി ഐ. അത് ഐ എസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. അത് വെച്ചിട്ട് ഞാൻ എക്സ് എൻ ബാറിൻ്റെ മീനായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ ബാർ കാണുന്നു, വേരിയൻസ് ആയിട്ടുള്ള വേരിയൻസ് ഓഫ് എക്സ് എൻ ബാർ കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ ബാർ കണ്ടുപിടിക്കാം. എക്സ് എൻ ബാറിൻ്റെ മീൻ, അതായത് മീൻ ഓഫ് എക്സ് എൻ ബാർ, അതാണ് എനിക്ക് ആവശ്യം. മീൻ ഓഫ് എക്സ് എൻ ബാർ ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്, which is expectation of xn bar, which is equal to expectation of xn bar എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് 1 by n സമ്മേഷൻ xi. n ടേമുകളുടെ സമ്മാണ്. 1 by n സമ്മേഷൻ i is equal to 1 to n xi. ഇതാണ് expectation of xn bar. And this is equal to, അപ്പോൾ ഇത് എക്സ്പെക്റ്റേഷനാണ്. എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ നമുക്കൊരു കോൺസ്റ്റൻ്റ് അതേപോലെ പുറത്തേക്ക് എടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സ്പെക്റ്റേഷൻ ഓഫ് സി എക്സ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള കോൺസ്റ്റൻ്റ് ആണ് 1 by n. അതിനെ ഞാൻ അതേപോലെ പുറത്തേക്ക് എടുക്കുന്നു. 1 by n എക്സ്പെക്റ്റേഷൻ ഓഫ് സിഗ്മ എക്സ് ഐ. സിഗ്മ എക്സ് ഐ പറഞ്ഞാൽ ഐ എസ് ഈക്വൽ ടു 1 to n. ഓക്കെ, this is equal to 1 by n into expectation of sigma xi എന്ന് പറഞ്ഞാൽ x1 plus x2 etc plus xn, which is equal to 1 by n into expectation of x plus y നെ നമുക്ക് expectation of x plus expectation of y എന്ന എല്ലാ കേസുകളിലും എഴുതാം.
അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xn എന്ന് എഴുതുന്നു. അപ്പോൾ ഓരോ സെപ്പറേറ്റ് എക്സ്പെക്റ്റേഷനുകളുടെ സമ്മ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരും എന്താണെന്ന് അറിയാം. എക്സ്പെക്റ്റേഷൻ ഓഫ് x1 മ്യൂ ആണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് x2 മ്യൂ ആണ്, എക്സെട്ര എക്സ്പെക്റ്റേഷൻ ഓഫ് xn മ്യൂ ആണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു മ്യൂ പ്ലസ് എക്സെട്ര പ്ലസ് മ്യൂ. എത്ര മ്യൂകളാണുള്ളത്? n ടേമുകളാണ്. n മ്യൂകളെയാണ് നാം മൾട്ടിപ്ലൈ ചെയ്യണത്, ആഡ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു n ടൈംസ് മ്യൂ. അപ്പോൾ എന്നും എന്നും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മ്യൂ എന്ന് കിട്ടി. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് xn ബാർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതിന് വ്യത്യാസമൊന്നുമില്ല, മ്യൂ തന്നെയാണ്. അടുത്തതായിട്ട് ഞാൻ വേരിയൻസ് ഓഫ് xn ബാർ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വാട്ട് ഈസ് വേരിയൻസ് ഓഫ് xn ബാർ. വേരിയൻസ് ഓഫ് xn ബാർ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് 1/n സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ വേരിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം വേരിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ വേരിയൻസ് ഓഫ് സി എക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു സി സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. സ്ക്വയറാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. ആ കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയറാണ് നമ്മൾ പുറത്തേക്ക് വരുത്താൻ പോകുന്നത്. അപ്പോൾ 1/n പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? 1/n² ഇൻറ്റു വേരിയൻസ് ഓഫ് സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi. ഇതാണ് വരാൻ പോകുന്നത്. which is equal to 1/n² into variance of x1 plus x2 etc plus xn. അപ്പോൾ വേരിയൻസുകളുടെ സമ്മിനെ വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 എക്സെട്ര വേരിയൻസ് ഓഫ് xn നമുക്ക് എഴുതാൻ പറ്റും ഓൺലി ഇഫ് xi's ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് xiകൾ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻഡിപെൻഡൻറ്റ് സീക്വൻസ് ആണ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് xn എന്ന് എഴുതാം. കാരണം xiകൾ എന്താണ്? xi's ആർ ഇൻഡിപെൻഡൻറ്റ്. xiകളെ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ കേസിലൂടെ എഴുതാൻ പറ്റുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 1/n² ഇൻറ്റു നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേരിയൻസ് ഓഫ് xi എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? ദറ്റ് ഈസ് ഈക്വൽ ടു σ² ഫോർ എവ്രി i. അപ്പം σ² പ്ലസ് σ² എക്സെട്ര പ്ലസ് σ² എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 1/n² ഇൻറ്റു n ടൈംസ് σ². n σ²നെ n ടൈംസ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ n² ഉണ്ട്, ഇവിടെ n ഉണ്ട്. ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് വരും? σ²/n. അപ്പോൾ വേരിയൻസ് ഓഫ് xn ബാർ എന്താണ്? σ² ഡിവൈഡഡ് ബൈ n. ഇപ്പോൾ xn ബാർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന വേരിയബിൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അയാളുടെ മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? മീൻ ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വേരിയൻസ് എന്താ കിട്ടിയിരിക്കുന്നത്? വേരിയൻസ് σ²/n എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ആവശ്യം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട്. ഇയാളുടെ റൂട്ട് എടുത്തു അല്ലേ? അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം. അപ്പോൾ xn ബാർ എന്ന് പറഞ്ഞൊരു റാൻഡം വേരിയബിൾ ഉണ്ട്, അയാളുടെ മീൻ മ്യൂ ആണെന്ന് അറിയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാധാരണ നമ്മൾ സിഗ്മ നടക്കാറ്, ആ സ്ഥാനത്ത് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? σ/√n. അപ്പോൾ ഞാൻ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി. ഇപ്പോൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി എന്തായിരുന്നു? ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി പറയുന്നത് എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിൻ്റെ കേസിലാണെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t² എന്ന് എഴുതാമാണ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ഞാൻ xn ബാർ എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് xn ബാർ മൈനസ് xn ബാറിൻ്റെ മീന് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ഇൻറ്റു xn ബാറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിച്ച് ഈസ് σ/√n. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t². ഇതാണ് നമ്മൾ
ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ റിക്വയർഡ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി എന്തായിരുന്നു? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ആപ്സലോൺ. അത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് കാണിക്കേണ്ടത് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോബബിലിറ്റി ഞാൻ എടുക്കാൻ പോവുകയാണ് അല്ലേ. എന്നിട്ട് ഇതിനെ ഞാൻ നമ്മൾ ഷെബിഷേവ്സ് ഇൻഇക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ആപ്സലോൺ. ഇതാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി. അപ്പോൾ ഞാൻ ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഇതിൽ ടി എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ 1/t² എഴുതിയാൽ നമുക്ക് ഇതിനാവശ്യമുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കമ്പയറിങ് 1 and 2, 1ഉം 2ഉം ഞാൻ കമ്പയർ ചെയ്യാണ്. ഇവിടെ ആപ്സലോൺ വന്നിരിക്കുന്ന സ്ഥാനത്ത് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ടി സിഗ്മ ബൈ √10. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ആപ്സലോൺ ഇസ് ഈക്വൽ ടു ടി സിഗ്മ ബൈ √10 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ടി എഴുതാലോ. √10 ആപ്സലോൺ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു ടി എന്ന് മനസ്സിലായി. ദെർഫോർ എനിക്ക് വേണ്ട പ്രോബബിലിറ്റി എന്തായിരുന്നു? 1/t² ആണ്. അപ്പോൾ വാട്ട് ഈസ് 1/t²? 1/√10 ആപ്സലോൺ ബൈ സിഗ്മ ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1/√10 സ്ക്വയർ ചെയ്യുമ്പോൾ n ആപ്സലോൺ സ്ക്വയർ by sigma square, or this is sigma square divided by n epsilon square. അപ്പോൾ എൻ്റെ പ്രോബബിലിറ്റി, therefore ആ പ്രോബബിലിറ്റി ഇത് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ആപ്സലോൺ ഈസ് ഷെബിഷേവ്സ് ഇൻഇക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്തപ്പം ദിസ് ഈസ് ലെസ് ദാൻ or equal to 1/t² എന്നാണ് വന്നിരിക്കുന്നത്. 1/t² എന്താണ്? സിഗ്മ സ്ക്വയർ ബൈ n ആപ്സലോൺ സ്ക്വയർ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തി. ഇനി നമ്മൾ ഇതിനുള്ള വാല്യൂ ഞാൻ കണ്ടുപിടിക്കേണ്ടത് വെൻ n ടെൻഡിങ് ടു 0 ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിനുള്ള പ്രോബബിലിറ്റി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ n ഇവിടെ ഡിനോമിനേറ്ററിലാണ് ഉള്ളത്. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ഒരാൾ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഈ കംപ്ലീറ്റ് ക്വാണ്ടിറ്റി എവിടേക്കാണ് പോകുന്നത്? സിഗ്മ സ്ക്വയർ ബൈ n ആപ്സലോൺ സ്ക്വയർ വിൽ ടെൻഡ് ടു 0. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ദിസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ആപ്സലോൺ വിൽ ടെൻഡ് ടു 0. അങ്ങനെയാണ് നമ്മൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പ്രൂവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഉപയോഗിച്ചത് ആരെയാണ്? ഷെബിഷേവ്സ് ഇൻഇക്വാളിറ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൂഫ്. നമ്മളിനി നോക്കാൻ പോകുന്നത് IID റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. IID റാൻഡം വേരിയബിൾസ് അതായത് നമ്മളിപ്പം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എല്ലാം പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു x1, x2, etc. ആർ റാൻഡം വേരിയബിൾസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഹാവിങ് സെയിം മീൻ ആൻഡ് വേരിയൻസ്. എക്സ്പെക്ടേഷൻ ഓഫ് xi ഇസ് ഈക്വൽ ടു മ്യൂ, വേരിയൻസ് ഓഫ് xi ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റാൻഡം വേരിയബിൾസ് എല്ലാം ഇൻഡിപെൻഡൻറ്റും റാൻഡം വേരിയബിൾസ് ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് are having same distribution ആണെങ്കിൽ, ഒരേ ഡിസ്ട്രിബ്യൂഷനും ആണെങ്കിൽ നമുക്ക് പറയാം they are IID റാൻഡം വേരിയബിൾസ്. എന്താണ് IID റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് I stands for ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? IID റാൻഡം വേരിയബിൾസ് എന്ന്. ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ്. ഇങ്ങനത്തെ ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ്, ഇതിനെ നമ്മൾ IID റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പം നമ്മൾ പല സ്ഥലങ്ങളിലും ഇതേമാതിരി IID റാൻഡം വേരിയബിൾസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതിൻ്റെ അർത്ഥം എല്ലാ റാൻഡം വേരിയബിൾസിനും ഒരേ ഡിസ്ട്രിബ്യൂഷനും ആയിരിക്കും ആൻഡ് ദേ ആർ ഓൾസോ ഇൻഡിപെൻഡൻറ്റ്.
അതാണ് IID റാൻഡം വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിപ്പം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൽ നമ്മൾ ഒരേ ഡിസ്ട്രിബ്യൂഷനുള്ള റാൻഡം വേരിയബിൾസിനെ കണ്ടു. ഒരേ ഡിസ്ട്രിബ്യൂഷനും ഇവിടെ ഒരേ മീനും വേരിയൻസും ഉള്ള റാൻഡം വേരിയബിൾസ് ആൻഡ് ദേ ആർ ഓൾസോ ഇൻഡിപെൻഡൻറ്റ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പോലെ തന്നെയുള്ള മറ്റൊരു ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബെർണോളി എന്നുള്ള വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ പോയിന്റ് ബൈനോമിയൽ പഠിച്ചു. അപ്പോൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബെർണോളി ട്രയൽ എന്ന് പറഞ്ഞാൽ സക്സസും ഫെയിലിയറും ആയിട്ട് തരംതിരിക്കാവുന്ന ട്രയൽസുകൾ. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇവിടെ നമ്മളൊരു റാൻഡം എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യുന്നു. റാൻഡം എക്സ്പെരിമെന്റ് വിച്ച് ഈസ് എ ബെർണോളി ട്രയൽ. റാൻഡം എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഔട്ട്കംസിനെ നമുക്ക് സക്സസ് എന്നും ഫെയിലിയർ എന്നും തരംതിരിക്കാവുന്ന ഒരു റാൻഡം എക്സ്പെരിമെന്റ് വിത്ത് P is equal to പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. അപ്പം ഇങ്ങനത്തെ ഒരു റാൻഡം എക്സ്പെരിമെന്റ്, അതൊരു ബെർണോളി ട്രയലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. And this random experiment അല്ലെങ്കിൽ this Bernoulli trial is repeated n times. n times നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. n can be any number, any finite number. n times റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ xn കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ xn കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് xn is equal to number of successes out of n trials. അതിനെ ഞാൻ xn കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn by n minus p greater than epsilon tends to 0 as n tends to infinity. ഇതാണ് ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറയുന്നത്. അപ്പോൾ എന്താ അത് പറയുന്നത്? വി ഹാവ് ഗോട്ട് എ ബെർണോളി ട്രയൽ. ബെർണോളി ട്രയൽ എന്ന് പറഞ്ഞാൽ സക്സസും ഫെയിലിയറും ഔട്ട്കംസ് ഉള്ള ഒരു ട്രയൽ വിത്ത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇസ് ഈക്വൽ ടു P ആൻഡ് ദിസ് ഇസ് റിപ്പീറ്റഡ് n ടൈംസ്. ഇപ്പോൾ xn ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് സക്സസസ് ഔട്ട് ഓഫ് n ട്രയൽസ്. n ട്രയൽസിൽ വന്നിരിക്കുന്ന സക്സസ്സുകളുടെ എണ്ണത്തിനെയാണ് xn ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്താ പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn by n minus p greater than epsilon tends to 0 അല്ലെങ്കിൽ ലെസ് ദാൻ ആപ്സിലോൺ ടെൻസ് ടു 1 എന്നും പറയും. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതാണ് ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇത് പ്രൂവ് ചെയ്യാനാണ്. പിന്നെ നമ്മൾ കണ്ടു വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എല്ലാം തന്നെ നമ്മൾ പ്രൂവ് ചെയ്തത് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന റാൻഡം വേരിയബിളിനാണ് നമ്മൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ xn by n എന്ന് പറയുന്ന റാൻഡം വേരിയബിളാണ്. അതിന് ഞാൻ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു റാൻഡം വേരിയബിളിന് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ ആ റാൻഡം വേരിയബിളിൻ്റെ മീൻ ആയിട്ടുള്ള മ്യൂവും ആ റാൻഡം വേരിയബിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ടുള്ള സിഗ്മയും നമുക്ക് അറിയണം. ഇത് രണ്ടും അറിഞ്ഞാലാണ് നമ്മൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് xn by n-ൻ്റെ മീനും മ്യൂവും സിഗ്മയും അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞത് xn എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസസ് ഔട്ട് ഓഫ് n ട്രയൽസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം xn ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് എന്ന് പറയും അല്ലേ. ഒരു ബെർണോളി ട്രയലിനെ n ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സക്സസ്സുകളുടെ എണ്ണം ഫോളോസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ xn ബൈനോമിയൽ ആണ് എന്ന് അറിയണോണ്ടുള്ള ഗുണം എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് xn നമുക്ക് എഴുതിക്കൂടെ? എക്സ്പെക്റ്റേഷൻ ഓഫ് xn എന്താണ്? ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഇസ് ഈക്വൽ ടു NP. അമ്മാതിരി വേരിയൻസ് ഓഫ് xn എനിക്ക് എഴുതിക്കൂടെ? വാട്ട് ഈസ് വേരിയൻസ് ഓഫ് xn? വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് NPQ. ഇത് രണ്ടും നമുക്കറിയാം. അപ്പോൾ xn എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിൻ്റെ മീനും വേരിയൻസും നമുക്കറിയാം. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് xn by n ആണ്. ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൽ xn by n ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ xn by n-ൻ്റെ മീനാണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xn by n? ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷനിൽ 1 by n ഇസ് എ കോൺസ്റ്റന്റ്. അതിനെ അതേപോലെ നമുക്ക് പുറത്തേക്ക് വയ്ക്കാം. ഇറ്റ് ഈസ് 1 by n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് xn എഴുതി കൂടെ? ദിസ് ഇസ് ഈക്വൽ ടു 1 by n ഇൻറ്റു വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xn? xn being a binomial random variable, expectation is equal to NP. അങ്ങനെ പറയാലോ.
അപ്പോൾ ഈ എന്നും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ ബൈ എൻ നമുക്ക് എന്ത് കിട്ടി? പി എന്ന് കിട്ടി. ഇനി നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് എൻ ബൈ എൻ നോക്കാം. വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ് എൻ ബൈ എൻ? ഈ 1/n വേരിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. വേരിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് എങ്ങനെയാണ് പുറത്തേക്ക് വരിക? സ്ക്വയർ ആയിട്ടാണ് പുറത്തേക്ക് വരിക. അപ്പോൾ 1/n സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് എൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1/n സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബൈനോമിയൽ ആയതുകൊണ്ട് എൻ പി ക്യു എന്ന് പറയും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു n ക്യാൻസൽ ആയി പോയാൽ പി ക്യു ബൈ എൻ. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എൻ ബൈ എൻ നമുക്ക് കിട്ടി. നമുക്ക് ഷെബിഷോസ് ഇൻഇക്വാളിറ്റിക്ക് വേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എൻ ബൈ എൻ അപ്പോൾ എന്താണ്? റൂട്ട് ഓഫ് പി ക്യു ബൈ എൻ. അപ്പോൾ നമുക്ക് ഷെബിഷോസ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് എൻ ബൈ എൻ എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ മീൻ, അതിന് മ്യൂവും കിട്ടി, അയാളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളെ റാൻഡം വേരിയബിൾ ഇപ്പോൾ എന്താണ്? റാൻഡം വേരിയബിൾ ഇസ് എക്സ് എൻ ബൈ എൻ അല്ലേ? അയാളുടെ മീന് കിട്ടിയിട്ടുണ്ട്. മ്യൂ ഇസ് ഈക്വൽ ടു പി എന്നാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് അയാളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയിട്ടുണ്ട്. വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? റൂട്ട് ഓഫ് പി ക്യു ബൈ എൻ. അപ്പോൾ ഞാൻ ഷെബിഷോസ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് ഷെബിഷോസ് ഇൻഇക്വാളിറ്റി? വാട്ട് ഇസ് ഷെബിഷോസ് ഇൻഇക്വാളിറ്റി? ഷെബിഷോസ് ഇൻഇക്വാളിറ്റി പറയുണ്ടായിരുന്നത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് മൈനസ് മ്യൂ ഇറ്റ്സ് മീൻ greater than or equal to t sigma is less than or equal to 1/t square. ഇതാണ് ഷെബിഷോസ് ഇൻഇക്വാളിറ്റി ഫോർ എ റാൻഡം വേരിയബിൾ എക്സ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഷെബിഷോസ് ഇൻഇക്വാളിറ്റി ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? എക്സ് എൻ ബൈ എന്നിനെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ എൻ മൈനസ് ഇറ്റ്സ് മീൻ. അതിൻ്റെ മീൻ എന്താണ്? പി ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ. ടി ഇൻറ്റു അയാളുടെ സിഗ്മ എന്താണ്? റൂട്ട് ഓഫ് പി ക്യു ബൈ എൻ. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t സ്ക്വയർ. ഇതാണ് അതിന് ഷെബിഷോസ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ എൻ മൈനസ് പി ഗ്രേറ്റർ ദാൻ ആപ്സലോൺ. ദിസ് ടെൻസ് ടു 0 എന്നാണ് നമുക്ക് കാണിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത് കമ്പയർ ചെയ്യുന്നു. ദിസ് ഇസ് ദ സെക്കൻഡ് എക്സ്പ്രഷൻ. അപ്പോൾ കമ്പയറിങ് 1 and 2, ഇവിടെ ആപ്സലോൺ വന്ന സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? ടി ഇൻറ്റു റൂട്ട് ഓഫ് പി ക്യു ബൈ എൻ. വാട്ട് ഈസ് ടി? ടി ഈസ് ഈക്വൽ ടു റൂട്ട് എൻ ആപ്സലോൺ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി ക്യു. ഇങ്ങനെ നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് 1/t സ്ക്വയർ ആണ്. വാട്ട് ഈസ് 1/t സ്ക്വയർ? 1/t സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ, അതിനെ റെസിപ്രോക്കൽ എടുക്കുക അല്ലേ? അപ്പോൾ പി ക്യു ഡിവൈഡഡ് ബൈ എൻ ആപ്സലോൺ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ ആപ്സലോൺ വന്ന കേസിൽ 1/t സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വരുന്ന ആൾ ആരാണ്? പി ക്യു ബൈ എൻ സ്ക്വയർ. അപ്പോൾ നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ എൻ മൈനസ് പി ഗ്രേറ്റർ ദാൻ ആപ്സലോൺ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t സ്ക്വയർ വിച്ച് ഈസ് പി ക്യു ഡിവൈഡഡ് ബൈ എൻ ആപ്സലോൺ സ്ക്വയർ. ഇങ്ങനെ നമ്മൾ എഴുതി അല്ലേ? ഇനി നമുക്ക് ഒരു കാര്യം പറയാം. പി ആൻഡ് ക്യു അതൊരു ബൈനോമിയൽ റാൻഡം വേരിയബിളിൽ വരുന്ന പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ ആണ്. നമുക്കറിയാം പിയും ക്യൂവും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം? 1 കിട്ടണം അല്ലേ? അപ്പോൾ പി ഇൻറ്റു ക്യൂ ചെയ്താലുണ്ടല്ലോ അതിൻ്റെ വാല്യൂ മാക്സിമം 1/4 വരുള്ളൂ. പി ക്യൂ വിൽ ബി മാക്സിമം എന്താണ്? 1/4 ആണ്. അത് പി ക്യൂ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 ആയിരിക്കും എപ്പോഴും. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്തായാലും 1 ആ കിട്ടാൻ പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പി ക്യൂവിൻ്റെ സ്ഥാനത്ത് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 ആണ്. അപ്പം വി ക്യാൻ റൈറ്റ് ദിസ് ആസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ എൻ മൈനസ് പി ഗ്രേറ്റർ ദാൻ ആപ്സലോൺ is less than or equal to 1/4n epsilon square. അതായത് പി ക്യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 നമ്മൾ അപ്ലൈ ചെയ്താണ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്താ സംഭവിക്കുക? 1/4n epsilon square will tends to 0.
ദിസ് ക്വാണ്ടിറ്റി, ഈ ക്വാണ്ടിറ്റി എന്തിലേക്ക് പോവും? സീറോയിലേക്ക് പോവും. അപ്പം നമുക്ക് എന്ത് പറയാം? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ എൻ മൈനസ് പി ഗ്രേറ്റർ ദാൻ ആപ്സലോൺ ടെൻസ് ടു സീറോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഇതാണ് ബെർണോളീസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ ഹോൾഡ് ചെയ്യാനുള്ള കണ്ടീഷനാണ്. കണ്ടീഷൻ ഫോർ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ടു ഹോൾഡ്. അപ്പോൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x1 x2 എക്സെട്ര xn എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിലാണ് നമ്മൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഡിഫൈൻ ചെയ്തിരുന്നത്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn ബാർ മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ആപ്സലോൺ ടെൻസ് ടു സീറോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് നമ്മളോട് എന്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്? വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറഞ്ഞു തന്നിരുന്നത്. ഇനി നമ്മൾ നോക്കാം ഏത് കണ്ടീഷനിലാണ് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുക എന്ന്. അപ്പോൾ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn, അതിനെ നമ്മൾ bn കൊണ്ട് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ദിസ് ഇസ് ഡിനോട്ടഡ് ആസ് bn. അപ്പം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യണമെങ്കിൽ bn ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഷുഡ് ടെൻ ടു സീറോ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കും അവരുടെ സം ഓഫ് ദി വേരിയബിൾസിൻ്റെ വേരിയൻസ്, അത് ഡിവൈഡഡ് ബൈ n സ്ക്വയർ ടെൻസ് ടു സീറോ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് പറയാം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നു എന്ന്. നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം, എക്സാമിൻ വെദർ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ് ഹോൾഡ്സ് ഗുഡ് ഫോർ ദ സീക്വൻസ് xn ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് വേർ probability of xn is equal to 1 by root n is equal to 2 by 3 and probability of xn is equal to minus 1 by root n is equal to 1 by 3. അതായത് നമുക്ക് സീക്വൻസ് ഓഫ് എക്സ് എൻ പറഞ്ഞ റാൻഡം വേരിയബിൾസിൻ്റെ സെറ്റിൽ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യണ്ടോ എന്ന് നോക്കണം. അപ്പോൾ xn എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ രണ്ട് പ്രോബബിലിറ്റീസാണ് തന്നിരിക്കുന്നത് അല്ലേ. അതായത് xn 1 ബൈ റൂട്ട് n എടുക്കാനുള്ള പ്രോബബിലിറ്റിയാണ് 2/3, xn മൈനസ് 1 ബൈ റൂട്ട് n എന്ന് പറയുന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/3 തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ രണ്ട് വാല്യൂസ് ഇതെടുക്കുള്ളൂ, കാരണം ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയി, 2/3 പ്ലസ് 1/3. അപ്പോൾ xn എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, നമ്മൾ ജനറൽ ആയിട്ടുള്ള റാൻഡം വേരിയബിൾ xn നോക്കാം. അപ്പോൾ എന്നിന് 1 കൊടുക്കുകയെന്ന് വെച്ചാൽ x1 എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിനെ പറ്റി നമുക്ക് പറയാം, എന്നിന് 2 കൊടുത്താൽ x2നെ പറ്റി പറയാം, എന്നിന് 3 കൊടുത്താൽ x3നെ പറ്റി പറയാം. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടുള്ള ഇതാണ്. xn എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1 ബൈ റൂട്ട് n എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുന്നു, മൈനസ് 1 ബൈ റൂട്ട് n എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസാണ് ഇയാൾ എടുക്കുന്നത്. xn എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ രണ്ട് വാല്യൂസാണ് എടുക്കുന്നത്. ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റിനെ എഫ് ഓഫ് xn എഴുതാം. എഫ് ഓഫ് xn എന്ത് വാല്യൂസ് ഒക്കെയാണ്? 1 ബൈ റൂട്ട് n എടുക്കാനുള്ള പ്രോബബിലിറ്റി ഈസ് 2/3 ആൻഡ് xn മൈനസ് 1 ബൈ റൂട്ട് n എടുക്കാനുള്ള പ്രോബബിലിറ്റി ഈസ് 1/3. അപ്പോൾ xn എന്ന് 1/3 ആണ്. അപ്പം xn എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് xn കണ്ടൂടെ? എനിക്കിവിടെ വേരിയൻസ് ഓഫ് xn ആണ് വേണ്ടത്, അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് xn കാണുന്നത്. വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xn? എക്സ്പെക്റ്റേഷൻ ഓഫ് xn ഇസ് ഈക്വൽ ടു സമ്മേഷൻ xn ഇൻറ്റു എഫ് ഓഫ് xn. നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോലെ ഇവിടെ xn എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ എക്സ് എടുക്കുന്ന ഓരോ വാല്യൂ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. അപ്പോൾ 1 ബൈ റൂട്ട് n ഇൻറ്റു ദ പ്രോബബിലിറ്റി ഈസ് 2/3 മൈനസ് പ്ലസ് അടുത്ത വാല്യൂ മൈനസ് 1 ബൈ റൂട്ട് n ആണ് ഇൻറ്റു 1/3. ഇങ്ങനെയുള്ള രണ്ട് വാല്യൂസാണ് നമ്മളുടെ റാൻഡം വേരിയബിൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആരെ പുറത്തേക്ക് എടുക്കാം? 1 ബൈ റൂട്ട് n പുറത്തേക്ക് എടുത്തൂടെ? അപ്പോൾ 1 ബൈ റൂട്ട് n പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ വാല്യൂ വരുന്നത്? 2/3
മൈനസ് 1/3 എന്നാണ് വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2/3 മൈനസ് 1/3 ഈസ് 1/3. 1/3 ഇൻറ്റു 1/√10. അപ്പോൾ 1/3√10 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എന്താണ് xn? എക്സ്പെക്റ്റേഷൻ ഓഫ് xn ഇസ് ഈക്വൽ ടു 1/3√10 എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് xn സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് xn സ്ക്വയർ, കാരണം ഞാൻ വേരിയൻസ് ഓഫ് xnലേക്കാണ് പോകുന്നത്, അതിന് വേണ്ടിയിട്ടാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് xn സ്ക്വയർ ഞാൻ കാണുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് xn സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ xn സ്ക്വയർ എഫ് ഓഫ് xn. ഇത് സമ്മേഷൻ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സിന് പോലെ സമ്മേഷൻ xn സ്ക്വയർ എഫ് ഓഫ് xn. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ xn സ്ക്വയർ പറഞ്ഞാൽ ആദ്യം xnന്റെ വാല്യൂ 1/√10 ആണ്. 1/√10 സ്ക്വയർ ഇൻറ്റു ഇറ്റ്സ് പ്രോബബിലിറ്റി വിച്ച് ഇസ് 2/3 പ്ലസ് മൈനസ് 1/√10 സ്ക്വയർ ഇൻറ്റു ഇറ്റ്സ് പ്രോബബിലിറ്റി ഈസ് 1/3 അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു 2/3 പ്ലസ് അഗെയിൻ 1/n ഇൻറ്റു 1/3 ഇങ്ങനെയാണ് വരുന്നത്. അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു 1/n പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 2/3 പ്ലസ് 1/3 വിച്ച് ഇസ് 3/3 1. അപ്പോൾ 1/n ഇൻറ്റു 1 ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് xn സ്ക്വയർ ഇസ് 1/n അല്ലേ? അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് വേരിയൻസ് ഓഫ് xn ആണ്. വാട്ട് ഈസ് വേരിയൻസ് ഓഫ് xn? വേരിയൻസ് ഓഫ് xn ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് xn സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xn ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. എക്സ്പെക്റ്റേഷൻ ഓഫ് xn സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xn ദ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് വരേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xn നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? 1/3√10 അല്ലേ? മൈനസ് 1/3√10 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് വന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 1/n മൈനസ് ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ 1/9 ഇൻറ്റു √10ന്റെ സ്ക്വയർ ആകുമ്പോൾ n. അപ്പോൾ 1/n മൈനസ് 1/9n എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 9n മൈനസ് n ഡിവൈഡഡ് ബൈ 9n സ്ക്വയർ എന്ന് വന്നു. 9n മൈനസ് n എന്ന് പറഞ്ഞാൽ 8n ബൈ 9n സ്ക്വയർ, ഓർ ദിസ് ഇസ് 8 ഡിവൈഡഡ് ബൈ 9n. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? വേരിയൻസ് ഓഫ് xn അല്ലേ? അപ്പം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ bn ആണ്. വാട്ട് ഈസ് bn? bn എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn. അതായത് ഓരോ റാൻഡം വേരിയബിൾസിൻ്റെയും x1 മുതൽ xn വരെയുള്ള റാൻഡം വേരിയബിൾസിൻ്റെ സമ്മിൻ്റെ വേരിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് മാത്രം സമ്മിൻ്റെ വേരിയൻസിന് എന്താ ചെയ്യാം? വേരിയൻസിൻ്റെ സമ്മായിട്ട് എഴുതും. വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് xn. ഇങ്ങനെ എഴുതാൻ പറ്റിയത് എക്സൈസ് ആർ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് മാത്രം. എല്ലാ കേസിലും ഇങ്ങനെ എഴുതാൻ പറ്റില്ല വേരിയൻസിൽ. ഇവിടെ എക്സൈസ് ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് തന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്ത് എഴുതാം? വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 എക്സെട്ര വേരിയൻസ് ഓഫ് xn. അപ്പോൾ വേരിയൻസിൻ്റെ ഫോർമുല എന്താണ്? നമുക്ക് വേരിയൻസ് ഓഫ് xn ജനറലായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് 8/9n ആണ്. ഇതാണ് നമുക്ക് വേരിയൻസ് ഓഫ് xn കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വേരിയൻസ് ഓഫ് x1 എന്താണ്? 8/9 പ്ലസ് വേരിയൻസ് ഓഫ് x2 എന്താണ്? 8/9 ഇൻറ്റു 2 9n അല്ലേ? അടുത്തത് 8/9 ഇൻറ്റു 3 വന്നിട്ടുണ്ടാവും. അങ്ങനെ പോയിട്ട് ലാസ്റ്റാണ് 8/9 ഇൻറ്റു n എന്ന് വരുന്നത് അല്ലേ? അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് 8/9 പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് 1/2 പ്ലസ് 1/3 എക്സെട്ര പ്ലസ് 1/n എന്നാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് bn അല്ല നമുക്ക് വേണ്ടത്. അതായത് bn/n സ്ക്വയർ നമ്മൾ നോക്കിയിട്ട് അത് ഇൻഫിനിറ്റി സീറോയിലേക്ക് പോകുന്നുണ്ടോ വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ bn/n സ്ക്വയർ നോക്കാം. അതായത് 8/n ഇൻറ്റു 1 പ്ലസ് 1/2 പ്ലസ്
1/3 plus etc. plus 1/n divided by n square. Divided by n square ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ n square കൊടുക്കും. അപ്പോൾ naturally when n tends to infinity, as n tends to infinity, എന്ത് പറ്റും ഈ ടേമിന്? ഇവിടെ n square ഒക്കെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്, n ഒക്കെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ as n tends to infinity, this term will tend to 0. അപ്പോൾ നമ്മൾ പറഞ്ഞു bn/n² tends to 0 as n tends to infinity എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഈ കേസിൽ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയും. നമുക്ക് പറയാം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ്സ് ഫോർ ദിസ് സീക്വൻസ് xn. ഹോൾഡ്സ് ഫോർ സീക്വൻസ് xn എന്ന് നമുക്ക് ഈ കേസിൽ പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്.